ഇനി കുറച്ച് ദിവസം രാജ്യ തലസ്ഥാനമാണ് ശ്രദ്ധാകേന്ദ്രം. കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളവും കർണാടകയും ഡൽഹിയിൽ നിർണായക രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുകയാണ്. ആദ്യം ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ച കേരളത്തിന് ഒരു മുഴം മുമ്പേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇന്ന് കർണാടക സർക്കാർ ഡൽഹിയിൽ സമരം നടത്തുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ രാവിലെ 11-ന് ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ മന്ത്രിമാരും കോൺഗ്രസിന്റെ MLA-മാരും അടക്കം പങ്കെടുക്കും. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്രം അനീതി കാണിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് സമരരംഗത്ത് ഇറങ്ങുന്നത്. അതേസമയം നാളെ ജന്തർ മന്ദറിൽ തന്നെയാണ് കേരളവും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമരത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ സമരപ്രഖ്യാപനം ഏതു തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്കും ഇടവെക്കും എന്നതാണ് ഇന്ന് ന്യൂസ് ട്രെൻഡ്സ് തുടക്കത്തിൽ തന്നെ പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. വിശദമായി കർണാടകയിലെ സമരത്തിന് തുടർച്ചയായി നാളെയായിരിക്കും സംസ്ഥാനത്തിന്റെ സമരം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ സമരത്തിനെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനോ DMK പ്രതിനിധിയോ ഈ സമരത്തിൽ പങ്കെടുക്കാനാണ് സാധ്യത. എന്തായാലും ഈ സമരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJP വിരുദ്ധ സമരമായി ഇത് മാറുന്നു. ഇതിന്റെ രാഷ്ട്രീയ വേദിക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്നതാണ് പശ്ചാത്തലം. ഇന്നലെ വൈകിട്ട് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗം AK ശശീന്ദ്രന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോവാം. ഈ സമരത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി ഏറെയാണ്. കേന്ദ്ര സർക്കാരിന് കൃത്യമായ രാഷ്ട്രീയ മുന്നറിയിപ്പ് നൽകാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നതാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. ഞങ്ങൾ നാളെ കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായാണ് ഞങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് BJP ഇതര ഗവൺമെൻറ്റുകളെ ദുർബലപ്പെടുത്താനും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വികസനം തടയാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി അവസാനിപ്പിക്കുകയും കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ നയങ്ങളെ ബഹുജന സമക്ഷം തുറന്നു കാട്ടുകയും ചെയ്യുകയാണ് ഈ സമരത്തിൻ്റെ മുഖ്യ ഉദ്ദേശം.